തൃശൂർ പൂരം പോലെ പാരമ്പര്യമുള്ള ഒരു ആചാരം തടസ്സപ്പെടുത്തുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് നിഷ്പക്ഷരായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുതുമയല്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിനൊക്കെ മറുപടി നൽകുമെന്നും അണ്ണാമലൈ കൊല്ലത്ത് ജനം ടിവിയോട് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേർന്നുണ്ട്. പ്രജിത്ത്, അണ്ണാമലയുടെ വാക്കുകൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. നമുക്കറിയാം, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ തെളിവ് സഹിതമാണ് ഇന്ന് ജനം ടി വി പുറത്തുവിട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് കെ അണ്ണാമലൈ ഇതിനോട് പ്രതികരിച്ചത്. എങ്ങനെ നോക്കിക്കാണാം? വളരെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഇന്ന് അണ്ണാമല നടത്തിയത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ പറ്റി അണ്ണാമല വളരെ പരിഹാസത്തോടെ തന്നെ സംസാരിച്ചു. അതിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. രാഹുൽ ഗാന്ധി എത്ര തവണ കേരളത്തിലെത്തി അല്ലെങ്കിൽ വയനാട്ടിലെത്തി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഒരു പറവയെ പോലെ ആകരുത് എന്നൊക്കെ രാഹുലിനെ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും അത് കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി നടപ്പിലാക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ജലജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മറ്റൊരു കാര്യം ഇന്ത്യ മുന്നണിയെ പറ്റി പറഞ്ഞതാണ്. ഇന്ത്യ മുന്നണി അധികകാലം മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ അവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണിയിൽ തർക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യ മുന്നണി ഏതാണ്ട് അതിൻ്റെ ഒരു ഫംഗ്ഷൻ പൂർണ്ണമായും ഇല്ലാതാകും. അതായത് പ്രവർത്തനരഹിതമാകും, തകർന്നു പോകുമെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ തകർച്ച തുടങ്ങേണ്ടത് അത് കേരളത്തിൽ നിന്നായിരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും കേരളത്തിലേക്ക് എത്താതിരിക്കുന്നതിന് ഈ ഇടത് വലത് മുന്നണികളുടെ അവരുടെ ഒരു നിഷേധാത്മകമായ സമീപനമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വിമർശനമുയർത്തി. അതുപോലെ തന്നെയാണ് പൂരവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സ്വീകരിച്ച നയങ്ങളെയും അദ്ദേഹം രൂക്ഷമായി ഇന്ന് വിമർശിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ജനം ടിവിക്ക് നൽകിയ പ്രത്യേക ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ്, കേരളത്തിലെ പോലീസ് അവർ ഒരു നിഷ്പക്ഷരായി നിൽക്കേണ്ടവരാണ്. പക്ഷേ നിലവിലത്തെ കേരളത്തിൻ്റെ അവസ്ഥ അതല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി അവരുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. അത് ഇടതുമുന്നണി ഭരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതൊരു പുതുമയല്ല. പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ നൽകണമെന്നും അണ്ണാമലൈ പറഞ്ഞു വെച്ചു. അതോടൊപ്പം തന്നെയാണ് കൊല്ലത്തെ MP ഈ പറഞ്ഞ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ മേരി നിൽക്കുന്നു എന്നൊരു വിമർശനവും അദ്ദേഹം ഇന്ന് ഉയർത്തിയിരുന്നു. കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ വികസന നിലപാട്, കാഴ്ചപ്പാട് അവയെല്ലാം മുന്നോട്ട് വെച്ചായിരുന്നു ഇന്ന് കൊല്ലത്ത് നടന്ന റോഡ് ഷോയിൽ അണ്ണാമലൈ സംസാരിച്ചത്. റോഡ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തരത്തിലുള്ളൊരു സ്വീകാര്യതയാണോ അണ്ണാമലയുടെ റോഡ് ഷോയ്ക്ക് ലഭിച്ചത്, അതിന് സമാനമായ രീതിയിൽ വലിയ സംഖ്യയിൽ ജനങ്ങൾ ഈ റോഡ് ഷോയിലേക്ക് ഒഴുകിയെത്തി. പ്രത്യേകിച്ച് ഇന്ന് ഈ ഉച്ച സമയത്താണ്, ഏതാണ്ട് 11 മണിയോടെയാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. അവസാനിച്ചപ്പോഴേക്കും 12:50 എന്നിട്ട് കൂടി ഈ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളും BJP പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരും പ്രത്യേകിച്ച് അണ്ണാമലയും കൃഷ്ണകുമാറിനെയും ഒക്കെ കാണാൻ എത്തിയവരും ഈ റോഡ് ഷോയിൽ അതിൻ്റെ ഭാഗവാക്കായിരുന്നു. വലിയ സ്വീകരണമാണ് എല്ലായിടത്തും റോഡ് ഷോയ്ക്ക് ലഭിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന് കണ്ണിൽ പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന് ഡോക്ടർമാർ കുറച്ച് ദിവസങ്ങൾ വിശ്രമം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചാണ് ഇന്ന് കൃഷ്ണകുമാറും ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു കൊല്ലത്തിന് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന രീതിയിൽ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് BJPയും എൻ്റെ നേതൃത്വവും ഈ കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നതുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ അണ്ണാമലയുടെ റോഡ് ഷോയ്ക്കായിട്ടുണ്ട്. അതിനൊരു വലിയ മാറ്റം ഇത്തരത്തിൽ കൊല്ലത്തുണ്ടാകുമെന്നും BJP എൻ്റെ നേതൃത്വം കണക്കുകൂട്ടുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെയാണ്, കൃത്യമായ രാഷ്ട്രീയം പറയുന്നു, വലത് മുന്നണികളെ തുറന്നു കാട്ടുന്നു, ഇന്ത്യ മുന്നണിയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്നു, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ കൃത്യമായി പരിഹസിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന നേട്ടങ്ങൾ എടുത്തു പറയുന്നു. അത് കേരളത്തിന് അത് ലഭ്യമാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് കൃത്യമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെന്ന സന്ദേശവും ഇന്ന് അണ്ണാമലൈ മുന്നോട്ട് വെച്ചു. വ്യക്തമാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.